ജോർജ് പൊടിപ്പാറ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ആദ്യമേ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് മുരാരി ബാബുവിലേക്ക് എത്തുന്നു. അങ്ങനെ ഒടുവിൽ ഇതാ മുൻ ദേവസ്വം പ്രസിഡന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവിലെ പറയുന്നത് തെരഞ്ഞെടുപ്പൊക്കെ വരാൻ നിൽക്കുകയാണ്, ഇത് ഇവിടെ കൊണ്ട് തീരും അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളൊരു ഭയവും അതേപോലെ ഒരു ആശങ്കയൊക്കെയാണ് BJP അടക്കം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എങ്ങനെയായിരിക്കും, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ അന്വേഷണം ഇപ്പോൾ ശരിയായ ഒരു ദിശയിൽ തന്നെയാണോ പോകുന്നത്? വാസുവിന്റെ അറസ്റ്റോടുകൂടി ഈ അന്വേഷണത്തെ കുറിച്ചുള്ള ഒരു പരിധിയുള്ള ആരോപണങ്ങൾക്ക് വിരാമമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളാണ് വാസു ഒരേ സമയം ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക്, ദേവസ്വം കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് പങ്കാളിയായിരുന്നു. അതിനുശേഷം അതേ വാസു തന്നെ പിന്നീട് ദേവസ്വം പ്രസിഡന്റായി മാറുന്ന കാഴ്ച കണ്ടു. യഥാർത്ഥത്തിൽ ചെമ്പ്, അതായത് സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പാളികളും ഒക്കെ ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത്, അത് എൻഡോഴ്സ് ചെയ്ത് വാസുവിന്റെ ഒരു നിർണായകമായിട്ടുള്ള ആ ഒരു ചെമ്പാണെന്ന് ആ രേഖപ്പെടുത്തി അയച്ചത് വാസുവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും നിർണായകമായൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് വാസു. മാത്രമല്ല, ഇതിൽ പലരെക്കാളും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബന്ധം, ഉന്നത തലത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബന്ധമുള്ള വ്യക്തിയും ശ്രീ വാസു ആണെന്ന് വേണം കരുതാൻ. നമുക്ക് അതിനൊരു ഉദാഹരണമായിട്ട് പറയാവുന്നത്, അതായത് സുപ്രീം കോടതിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന യുവതീ പ്രവേശന വിഷയമായിട്ട് കേസ് നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് കൊടുത്ത ആ ഒരു അഫിഡവിറ്റിന് അതിനപ്പുറത്തേക്ക് വാസു ആണെന്ന് സുപ്രീം കോടതിയിൽ പോയതും, അന്ന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ, അതായത് ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റിൽ ഉള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ ആ കേസിന്റെ വാദത്തിനിടയ്ക്ക് പറഞ്ഞതൊക്കെ അന്ന് പുറത്തു വന്നൊരു കാര്യമാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രതിനിധിയായിട്ട് അന്ന് ഈ സുപ്രീം കോടതിയിൽ പോയത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് അല്ല, ശ്രീ വാസുവാണ്. അപ്പൊ ഭരണതലത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് വാസു. അപ്പൊ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകുന്നതോറും അദ്ദേഹത്തിന് എന്റെ പങ്കിനെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ SIT കൊടുത്ത റിപ്പോർട്ടിൽ, ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ അറസ്റ്റ് നീളുമ്പോൾ ഇതിൽ എന്തൊക്കെയോ രാഷ്ട്രീയ കളി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പല ഭാഗത്തുനിന്നും ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടുകളാക്കി ഇത് അവസാനിപ്പിച്ച് കളയുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോ വാസുവിന്റെ അറസ്റ്റോടുകൂടി അത് സാധ്യമാകില്ല. ഇതാ ഉന്നതരിലേക്ക് പോകുന്നു, ഉന്നതരിലേക്ക് നല്ല അത്യുന്നതരിലേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തി ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വാസുവിനെ കുറിച്ച് അറിയാവുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അന്ന് ഈ വാസു അറസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ ഇത് കൊടുത്തയക്കുന്ന സമയത്ത്, ഇത് ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കുന്ന സമയത്ത് ദേവസ്വം പ്രസിഡന്റായിരുന്ന ഈ പറഞ്ഞ പത്മകുമാറിന് അതിനകത്തുനിന്ന് ഒഴിയാൻ പറ്റുമോ? വാസു അങ്ങനെ ഒഴിയാൻ സമ്മതിക്കുമോ? തന്നെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ വാസു അംഗീകരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വാസു ആ രീതിയിൽ ഒരു വഴങ്ങി കൊടുക്കും എന്ന് വിചാരിക്കാൻ കഴിയില്ല. ഞാൻ കുടുങ്ങുകയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വാസുവിനെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിച്ചതാണെങ്കിൽ ഒരുപക്ഷെ താൻ ഏതായാലും മുങ്ങുകയാണ്, എന്നാ പിന്നെ കൂട്ടത്തോടെ മുങ്ങാമെന്ന് വാസു തീരുമാനിച്ചാൽ ചില വലിയ വെളിപ്പെടുത്തലുകൾ കൂടി വന്നുകൂടാന്നില്ല. കാരണം അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് വാസുവിൻ്റെത്. വാസു ഏതായാലും ഇതിനകത്ത് താൻ മാത്രം രക്തസാക്ഷിയാകുന്ന, അല്ലെങ്കിൽ താൻ മാത്രം പ്രതിയും ആകുന്ന ഒരവസ്ഥ വാസു സമ്മതിച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. അപ്പൊ ഇത് ഒരുപക്ഷെ വാസുവിന്റെ അറസ്റ്റോടുകൂടി ഇതുവരെയുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രം അറസ്റ്റിലാവുന്ന ആ സാഹചര്യം മാറുന്നു. വാസു ഉദ്യോഗസ്ഥനായിരുന്നു, ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്നു, ഏറ്റവും വലിയ രാഷ്ട്രീയ ബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് ഇനി വാസു ഒരു വലിയ അറസ്റ്റിന്റെ, ഉന്നതന്മാരുടെ അറസ്റ്റിലെ ആദ്യ കണ്ണിയാണോ എന്നുള്ളത് സത്യം എല്ലാവരും പറയുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആകാനാണ് സാധ്യതയും. പുതിയ ആളുകളിലേക്ക്, ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നവരിലേക്ക് ഏറ്റവും ഒരുപക്ഷെ മന്ത്രിമാരിലേക്ക് വരെ ആരോപണങ്ങൾ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതായത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്കും ഒക്കെ ഒരുപക്ഷെ ഇത് ഇങ്ങനെ കൂടി ഈ കണ്ണികൾ വിളക്കി എത്തിപ്പെടാനുള്ളൊരു സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.